ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും, നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ സ്റ്റഫ്ഡ് ബണ്ണാണ്. ഈവനിങ് സ്നാക്കായിട്ടും അതുപോലെ തന്നെ ഇഫ്താർ ടൈമിലും സെർവ് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി ടേസ്റ്റുള്ള ഈ ഒരു ചിക്കൻ സ്റ്റഫ്ഡ് ബൺ എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കിയാലോ. നമ്മുടെ ഇഫ്താർ സ്പെഷ്യൽ മസാല സ്റ്റഫ്ഡ് ബൺ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി ആദ്യം നമുക്ക് സ്റ്റഫ് ചെയ്യാനുള്ള മസാല തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി ചൂടായ പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ മുഴുവനായിട്ടുമുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് മീഡിയം വലുപ്പത്തിലുള്ള 2 സവാള നല്ല നൈസായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1/2 ടീസ്പൂൺ അളവിലുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുത്ത് കുറച്ച് കറിവേപ്പില നല്ല നൈസായിട്ട് കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം. കറിവേപ്പില അല്ലെങ്കിൽ മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താലും മതി. അടുത്തതായി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് ഈ സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈവനിങ് സ്നാക്കായിട്ടും അതുപോലെ തന്നെ ഇഫ്താർ ടൈമിലും സെർവ് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു മസാല സ്റ്റഫ്ഡ് ബണ്ണിൻ്റെ റെസിപ്പിയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. 4 മിനിറ്റാണ് നമ്മൾ ഈ സവാള നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുള്ളത്. അടുത്തതായി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ചിക്കൻ മസാല, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം. പൊടികളെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഒന്നുകൂടി നന്നായിട്ട് വഴറ്റിയെടുക്കാം. പൊടികളുടെ പച്ചമണമെല്ലാം നന്നായിട്ട് മാറിയതിന് ശേഷം നമുക്കിതിലേക്ക് നന്നായിട്ട് പഴുത്തിട്ടുള്ള ഒരു ടൊമാറ്റോ ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. ടൊമാറ്റോ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ടൊമാറ്റോ ഒന്ന് നന്നായിട്ട് സോഫ്റ്റ് ആക്കി എടുക്കാം. ഇപ്പം നമ്മുടെ ടൊമാറ്റോ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മാത്രം നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിലുള്ള കെച്ചപ്പും 1 ടേബിൾ സ്പൂൺ മുഴുവനായിട്ടുമുള്ള മയോനൈസും കൂടി ചേർത്ത് കൊടുക്കാം. അടുത്തതായി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചിക്കനാണ്. നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ചിക്കൻ്റെ ബ്രസ്റ്റാണ്. ഈ ചിക്കൻ ബ്രസ്റ്റ് നമ്മൾ ഉപ്പ് മാത്രം ഇട്ട് കുക്കറിൽ നന്നായിട്ട് വേവിച്ചെടുത്തതിന് ശേഷം മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഒന്ന് ഷ്രെഡ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഈ ഷ്രെഡ് ചെയ്തെടുത്തിട്ടുള്ള ചിക്കൻ ഈ മസാലയിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഈ മസാലയുമായിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ജോയിൻ്റ് ആക്കി എടുക്കാം. ഇപ്പം നമ്മുടെ സ്റ്റഫ് ചെയ്യാനുള്ള മസാല ഇവിടെ റെഡിയായി കഴിഞ്ഞു. അപ്പം നമ്മുടെ മസാല സ്റ്റഫ്ഡ് ബൺ തയ്യാറാക്കി എടുക്കാൻ വേണ്ടി നമ്മളിവിടെ ചെറിയ 8 ബണ്ണാണ് എടുത്തിട്ടുള്ളത്. വലിയ ബണ്ണാണ് കിട്ടുന്നതെങ്കിൽ അതിലും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഓരോ ബണ്ണായിട്ട് ഇതുപോലെ എടുത്ത് ഇതിൻ്റെ നടുഭാഗം കറക്റ്റായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു ബണ്ണ് നമ്മൾ കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബണ്ണിൻ്റെ എല്ലാ ഭാഗവും ഒരല്പം മൈദ പേസ്റ്റ് കൊണ്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഒട്ടി നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മൈദ പേസ്റ്റ് വെച്ചിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. 2 സൈഡിലും നമ്മൾ മൈദ പേസ്റ്റ് വെച്ചിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ആവശ്യത്തിനുള്ള മസാല വെച്ച് കൊടുത്ത് 1 സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. എത്ര മസാലയാണോ വെക്കാൻ പറ്റുന്നത് അത്രയും മസാല വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് അടുത്ത ബണ്ണ് ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുത്ത് ഇതുപോലെ കൈ വെച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മുടെ ഒരു ബണ്ണ് നമ്മൾ സ്റ്റഫ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് എല്ലാ ബണ്ണും സ്റ്റഫ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ എല്ലാ ബണ്ണും നമ്മൾ സ്റ്റഫ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിവിടെ എടുത്തിട്ടുള്ളത് 2 കോഴിമുട്ടയാണ്. 2 കോഴിമുട്ട മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇനി നമുക്കൊരു പാൻ വെച്ച് കൊടുക്കാം. പാന് നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമുക്കൊരല്പം മാത്രം ഓയിലോ അതല്ലെങ്കിൽ ഗീയോ ആക്കി കൊടുക്കുക. നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ഗീ ആണ്. അതിനുശേഷം ഓരോ സ്റ്റഫ്ഡ് ബണ്ണായിട്ട് എഗ് ബാറ്ററിൽ നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്തെടുത്തതിന് ശേഷം ഈ പാനിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. 1 മിനിറ്റ് കഴിയുന്ന സമയത്ത് നമുക്ക് ഈ ബണ്ണൊക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. വീണ്ടും 1 മിനിറ്റും കൂടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മുടെ അടിപൊളി ടേസ്റ്റുള്ള മസാല സ്റ്റഫ്ഡ് ബൺ ഇവിടെ തയ്യാറായി കഴിഞ്ഞു. എല്ലാവരും ഈ ഒരു രീതിയിൽ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളി ടേസ്റ്റാണ്. എൻ്റെ വീഡിയോകളും റെസിപ്പികളും നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാ വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം. ബൈ ബൈ.